Hi all of you, welcome to English Petals. By today's video, we're discussing about a beautiful story from 3rd Standard English 2nd Unit. The name of the unit is Three Butterflies. Friendship is a very beautiful word. It's hardest thing in the world to explain. നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വലിയ ഒരു വേർഡ് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് അഥവാ സൗഹൃദം. I hope you all have good friends in your life. നിങ്ങൾക്കൊക്കെ നല്ല സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. That makes us more powerful. നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തരാക്കുന്നതാണ് ഈ സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലേ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. This unit, Three Butterflies, focuses on the strength of unity and the importance of having good friends. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒത്തൊരുമയോടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു മനോഹരമായ സ്റ്റോറിയാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള Three Butterflies. In page number 33, you can see a dotted image. You have to find out who is hiding there. പേജ് നമ്പർ 33-ൽ നിങ്ങൾക്ക് ഒരു ഡോട്ടഡ് ഇമേജ് കാണാൻ സാധിക്കും. അവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാമോ? For that, you have to join that dots. Then you will get the image. I would like to tell you a beautiful story. It's not a fiction, it's a real story. It's about our father of our nation. Who is the father of our nation? Yes, Mahatma Gandhi. Very affectionately we call him Bapuji. നമ്മൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് വിളിക്കാറുണ്ട്. This story happened in South Africa in the year 1893. We know that Gandhi was a lawyer there. ഈ കഥ നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് 1893-ൽ. നമുക്കറിയാം ഗാന്ധിജി ഒരു വക്കീലായിരുന്നു, അല്ലേ? ഗാന്ധിജി ഒരു വക്കീലായിട്ട് അവിടെ ജോലി നോക്കുകയായിരുന്നു. One day he happened to travel by train. He got in a compartment with his first class ticket. Then a god came there and said to Gandhi. ഒരു ദിവസം ഗാന്ധിജി തൻ്റെ കോടതി ആവശ്യങ്ങൾക്കായി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലെ ഒരു സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം ആ റൂമിലേക്ക് ഒരു ഗാർഡ് കയറി വന്നു. തുടർന്ന് ഈ ഗാർഡ് ഗാന്ധിജിയോട് പറഞ്ഞു, "You have to step off from this compartment." Then Gandhi astonished, "Why? I have got a first class ticket. Then why I step out?" Then the guard said to Gandhi that this compartment is reserved only for white people. ഈ കമ്പാർട്ട്മെൻറ്റ് വെള്ളക്കാർക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്തിരിക്കുന്ന, റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. യു ഇന്ത്യൻ ആസ് എ ബ്ലാക്ക് മാൻ യു കാൻ സിറ്റ് ഹിയർ. നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട്, ബ്ലാക്ക് മാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ബ്രിട്ടീഷ് പീപ്പിൾസ് ഇന്ത്യൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത് ബ്ലാക്ക് പീപ്പിൾ എന്നാണ്. ഗാന്ധിജി ഒരു ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പറ്റുകയില്ല. അതാണ് ഗാർഡ് പറഞ്ഞ കാരണം. Gandhi showed his ID proof to confirm that he is really an attorney working here at South Africa. താൻ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ലോയർ ആണെന്ന് കാണിക്കുന്ന പ്രൂഫൊക്കെ കാണിച്ചുവെങ്കിലും the British God didn't pay any attention to what the Gandhi said. ആ ഗാന്ധിജി പറഞ്ഞതിനോട് അവർ ഒരു ശ്രദ്ധയും കൊടുത്തില്ല. Finally, the guards pushed Gandhi out. അവസാനം ഈ ഗാർഡ്സ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു. It's really a discrimination. On the basis of what? Yes, on the basis of color. നിറത്തിൻ്റെ പേരിലുള്ള ഒരു വിവേചനമാണ് ഇത്, അല്ലേ? Is it really good? No. Gandhi really fought against it. Very strongly fought against it. വളരെ ശക്തമായ ഭാഷയിൽ ഗാന്ധിജി അതിനോട് പ്രതികരിച്ചു. Then he adopted a new way of fighting against British people is known as Satyagraha. അദ്ദേഹം ഈ അനീതിക്കെതിരെ പോരാടി. അദ്ദേഹം അന്ന് സ്വീകരിച്ച ഒരു സമര രീതിയായിരുന്നു സത്യാഗ്രഹ. Years passed. That railway station in South Africa is a great and famous monument now. ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ആഫ്രിക്കയിലെ മാരിസ്ബർഗ് എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് മഹത്തായതും പ്രസിദ്ധമായതുമായ ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. ഗാന്ധിസ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് എ ഗ്രേറ്റ് ഇവന്റ്. ഗാന്ധിജിയുടെ വിവേചനത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. വി ആസ് എ ഇന്ത്യൻസ് ഈസ് എ വെരി പ്രൗഡ് തിങ് ടു റിമെമ്പർ. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിവിടെ പഠിക്കാനുള്ള 3 ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന പാഠവും ഡിസ്ക്രിമിനേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ലെറ്റ് സി പേജ് നമ്പർ 33. ഹാപ്പി ഫ്രണ്ട്സ്. 3 butterflies live in a garden. They were friends. One was white, one red and one yellow. They played together. They danced together. Together they sucked nectar from the flowers. ഒരു പൂന്തോട്ടത്തിൽ 3 പൂമ്പാറ്റകൾ താമസിച്ചിരുന്നു. അവർ കൂട്ടുകാരായിരുന്നു. ഒരു പൂമ്പാറ്റയുടെ നിറം വൈറ്റും, രണ്ടാമത്തെ പൂമ്പാറ്റയുടെ നിറം റെഡും, മൂന്നാമത്തെ പൂമ്പാറ്റയുടെ നിറം യെല്ലോയും ആയിരുന്നു. അവർ കൂട്ടുകാരായതുകൊണ്ട് അവർ ഒരുമിച്ചായിരുന്നു ആ പൂന്തോട്ടത്തിൽ കളിച്ചിരുന്നത്, ഒരുമിച്ചായിരുന്നു നൃത്തം ചെയ്തിരുന്നത്, ഒരുമിച്ചായിരുന്നു പൂക്കളിൽ നിന്നും തേൻ കുടിച്ചിരുന്നത്. യു ക്യാൻ സീ സം ക്വസ്റ്റ്യൻസ് ദെയർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ആ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇൻ ദ പിക്ചർ ഐ ക്യാൻ സീ 3 butterflies and 3 flowers. Why did the butterflies live? ആ പൂമ്പാറ്റകൾ എവിടെയാണ് താമസിച്ചിരുന്നത്? The butterflies live in a garden. What did they do together? അവർ ഒരുമിച്ച് എന്താണ് ചെയ്തിരുന്നത്? They played together. They danced together. They sucked nectar from flowers together. Can you name the flowers? ആ ചിത്രത്തിൽ കാണുന്ന പൂക്കളുടെ പേരുകൾ ഒന്ന് പറയാൻ പറ്റുമോ? The flowers are lily, sunflower and rose. One afternoon, the butterflies were playing in the garden. It suddenly grew dark. A cold wind blew. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഈ പൂമ്പാറ്റകളെല്ലാം പൂന്തോട്ടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? ആകാശമൊക്കെ ഇരുണ്ട് മൂടി തുടങ്ങി. ഒരു തണുത്ത കാറ്റടിച്ചു. When will the sky grow dark? എപ്പോഴാണ് ആകാശമൊക്കെ ഇരുണ്ട് മൂടുന്നത്? യെസ്, at the time of rain. മഴ സമയത്താണല്ലേ. അങ്ങനെ is going to rain. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. Let's stop playing, said the red butterfly. ചുവന്ന പൂമ്പാറ്റ വിളിച്ചു പറഞ്ഞു, നമുക്ക് കളിക്കുന്നതൊക്കെ നിർത്താം. It's going to start raining. The 3 butterflies got wet in the rain. അങ്ങനെ ആ 3 പൂമ്പാറ്റകളും ആ മഴയിൽ നനഞ്ഞ് കുതിർന്നു. They found it difficult to fly. അങ്ങനെ മഴ നനഞ്ഞ് കുതിർന്നത് മൂലം ഇവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? പറക്കാൻ സാധിച്ചില്ല. It seems very difficult to fly. They looked for a shelter. അങ്ങനെ മഴ നനയാതിരിക്കാൻ ഒരു സങ്കേതത്തിന് വേണ്ടി അവർ അന്വേഷിച്ച് നടന്നു. A sunflower was watching them curiously. In the garden, a flower has been watching these butterflies very curiously. Who was that flower?
Yes, it was a sunflower. Sunflower was curiously watching these butterflies. ആ പൂന്തോട്ടത്തിലെ ഒരു സൺഫ്ലവർ ഈ 3 ചിത്രശലഭങ്ങളെയും നോക്കിക്കൊണ്ട് വളരെ ക്യൂരിയസ് ആയിട്ട് അവരുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. Why did the butterflies stop playing? എന്തുകൊണ്ടാണ് ഈ ചിത്രശലഭങ്ങൾ പെട്ടെന്ന് കളി നിർത്തിയത്? The butterflies stopped playing because it started raining. What will the butterflies do now? ആ ചിത്രശലഭങ്ങൾ ഇനി എന്ത് ചെയ്യും? The butterflies will try to find a shelter. Do you think if anyone helped them? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരെ ആരെങ്കിലും സഹായിക്കുമെന്ന്? Let's see. Seeking shelter. The 3 butterflies were totally wet. Now they were looking for a shelter. Then they saw a sunflower. As I said earlier that a sunflower was watching them very curious. So the 3 butterflies flew towards the sunflower. Then said, "Sunflower, sunflower, it's raining heavily. Shall we stay here till the rain is over?" asked the butterflies. സൂര്യകാന്തി പൂവേ പുറത്ത് ശക്തമായി മഴ പെയ്യുകയാണ്. മഴ തീരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ, ഈ ചിത്രശലഭങ്ങൾ സൂര്യകാന്തി പൂവിനോട് ചോദിച്ചു. Then how did the sunflower reply? ഇതിന് എന്ത് മറുപടി ആയിരിക്കും, എങ്ങനെയായിരിക്കും സൂര്യകാന്തി പൂ പ്രതികരിച്ചത്? The sunflower said, "My favorite fellows, the red and the yellow ones. You can stay with me till it stops raining, but I can't let you hear the white one." എന്താണ് സൂര്യകാന്തി പൂ പറഞ്ഞത്? My favorite fellows, the red and the yellow ones. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന നിറമുള്ള പൂമ്പാറ്റയും മഞ്ഞ നിറമുള്ള പൂമ്പാറ്റയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ മഴ നനയാതെ എൻ്റെ അടുക്കൽ നിൽക്കാം. ബട്ട് ഐ കാൻ ലെറ്റ് യു ഹിയർ ദ വൈറ്റ് വൺ. പക്ഷേ ആ വെള്ള പൂമ്പാറ്റ ഉണ്ടല്ലോ, അവനെ ഞാൻ എൻ്റെ അകത്തോട്ട് കയറ്റത്തില്ല. ദെൻ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാപ്പൻ ടു യുവർ ഫ്രണ്ട്സ്, വിൽ യു സ്പെയർ ദം അലോൺ? ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ അവരെ ഒറ്റയ്ക്കാക്കുമോ? നോ, that's not a good friendship. If any difficult situation happen to your friends, as a friendship, as a friend, we have to stick together. നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലേ? That's a good friendship. അപ്പോൾ മഞ്ഞ പൂമ്പാറ്റയും ചുവന്ന പൂമ്പാറ്റയും എന്തായിരിക്കും പറഞ്ഞത്? We are ready and we are happy to stay with you. We don't mind the white one. അവൻ്റെ കാര്യം നോക്കട്ടെ, ഞങ്ങൾ നിൻ്റെ കൂടെ താമസിക്കാൻ റെഡിയാണ്. ഇങ്ങനെ പറഞ്ഞു കാണുമോ? Let's see. The yellow and the red butterflies replied, "No dear, no dear. We won't stay here," sending away our friend in dismay. The rain came down like pebbles on the butterflies. അപ്പോൾ മഞ്ഞ പൂമ്പാറ്റയും ചുവന്ന പൂമ്പാറ്റയും എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ട സൺഫ്ലവർ, സൂര്യകാന്തി പൂവേ, ഇല്ല, ഒരിക്കലും ഞങ്ങളിത് ചെയ്യില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ വെള്ള പൂമ്പാറ്റയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കുകയില്ല. അവനെ ഭയാശങ്കയിലാക്കിയിട്ട് അവനെ ഒറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നിൽക്കണ്ട. അങ്ങനെ മഴത്തുള്ളികൾ വളരെ ശക്തമായി കല്ലുകൾ വന്ന് പതിക്കുന്നത് പോലെ അവരുടെ ദേഹത്ത് വന്ന് വീണുകൊണ്ടേയിരുന്നു. If you were the sunflower, what would you do? സൂര്യകാന്തി പൂവിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ what will you do? നിങ്ങൾ എന്ത് ചെയ്യും? If you were the sunflower, you have to allow all the 3 butterflies to stay with you. സൂര്യകാന്തി പൂവിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? As a good friendship, you have to get in all the 3 butterflies to stay with you. ആ എല്ലാ ബട്ടർഫ്ലൈസിനെയും നിങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കും അല്ലേ? We won't stay here. Why did the butterflies say so? ഇല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുകയില്ല. എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈസ് അങ്ങനെ പറഞ്ഞത്? They did not like to leave the white butterfly alone in the rain. വെള്ള പൂമ്പാറ്റയെ മാത്രം മഴയത്ത് ഒറ്റക്കാക്കി നിർത്തിയിട്ട് പോരാൻ അവർക്ക് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. Then all the 3 butterflies said goodbye to sunflower because the sunflower didn't allow the white one to enter. സൂര്യകാന്തി പൂവ് വെള്ള പൂമ്പാറ്റയെ അകത്തോട്ട് കയറ്റിയില്ല. അതുകൊണ്ട് അവർ അവിടെ നിൽക്കാതെ വേറെ ഒരു സ്ഥലത്തേക്ക് പറന്നു. Then they flew towards another flower. Then the butterflies saw a lily. Good lily, it's raining heavily. Open your petals wide and take us into height, the butterflies begged. അങ്ങനെ സൂര്യകാന്തി പൂവിൻ്റെ അടുത്ത് നിന്ന് പറന്ന് അവർ എങ്ങോട്ടാണ് ചെന്നത്? They saw a white lily. ഒരു വെള്ള ലില്ലിപ്പൂവിനെ കണ്ടു. എന്നിട്ട് ലില്ലിപ്പൂവിനോട് അവർ പറഞ്ഞു, ഗുഡ് ലില്ലി, നല്ല ലില്ലിപ്പൂവേ, പുറത്ത് ശക്തമായിട്ട് മഴ പെയ്യുകയാണ്. Can you open your petals wide? നിൻ്റെ പൂവിൻ്റെ ഇതളുകൾ ഒന്ന് വിടർത്തി ഞങ്ങളെ അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കാൻ, മഴയിൽ നിന്നും രക്ഷിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? The butterflies begged. The butterflies യാചിച്ച് ലില്ലിപ്പൂവിനോട് പറഞ്ഞു. Because they are totally wet, they can't fly any longer, so they begged to lily flower. Then how did the white lily reply? ഇതിന് എന്ത് മറുപടി ആയിരിക്കും ലില്ലിപ്പൂ കൊടുത്തത്? My favorite one,
the white one. You can stay with me till it stops raining, but I can't let you here, only the white one, said the white lily. White lily എന്താണ് പറഞ്ഞത്? നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ള പൂമ്പാറ്റയാണ്. അതുകൊണ്ട് നീ മാത്രം ഇവിടെ നിൽക്കി, മറ്റ് രണ്ടുപേരെ ഞാൻ അകത്തോട്ട് കയറ്റത്തില്ല. എന്നാൽ സൂര്യകാന്തി പൂ എന്താണ് പറഞ്ഞത്? സൂര്യകാന്തി പൂവിൻ്റെ ഫേവറേറ്റ് യെല്ലോയും റെഡും ആണ്. അതുകൊണ്ട് അവർ രണ്ടുപേരെ മാത്രമേ ഞാൻ അകത്തോട്ട് കയറ്റുകയുള്ളൂ, വൈറ്റ് ബട്ടർഫ്ലൈയെ ഞാൻ അകത്തോട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. Then the white butterfly said, "No dear, no dear, I won't stay here, sending away our friends in dismay," replied the white butterfly. വെള്ള പൂമ്പാറ്റ പറഞ്ഞ്, ഇല്ല പ്രിയപ്പെട്ടവനെ, ഒരിക്കലുമില്ല, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയില്ല. What will the butterflies do next? Where will they go? The butterflies were totally wet, so they can't fly. They are very tired. In a short, they didn't get any shelter from two flowers. ആ രണ്ട് പൂക്കളിൽ നിന്നും അവർക്ക് ഒരു ഷെൽറ്ററും കിട്ടിയില്ല, അല്ലേ? ഇവർ ഭയങ്കര ടയേർഡായിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് വിച്ച് ദേ കാൻ ഫ്ലൈ. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇനി അധിക ദൂരം പറക്കാനും പറ്റുകയില്ല, അല്ലേ? ഇനി എന്ത് സംഭവിക്കുക ഇവർക്ക്? ദ ത്രീ ഫ്രണ്ട്സ് ഡിസൈഡഡ് വൺ തിങ്. വാട്ട് വിൽ ദേ ഡിസൈഡ്? അവരെന്തായിരിക്കും തീരുമാനിച്ചത്? വി വോണ്ട് ബെഗ് ഫോർ ഷെൽറ്റർ എനിമോർ. ഞങ്ങൾ ഇനി അഭയത്തിനായിട്ട് ആരുടെ മുന്നിലും യാചിക്കത്തില്ല. ബിക്കോസ് ദേ വർ ടോട്ടലി ഹ്യൂമിലിയേറ്റഡ്. അവർ മൂന്നുപേരും നല്ല രീതിയിൽ അപമാനിക്കപ്പെട്ടു, അല്ലേ? ഇൻ ദ ഗാർഡൻ ദെയർ ഈസ് ആൻ അനദർ ഫ്ലവർ. ആ പൂന്തോട്ടത്തിൽ വേറെ ഒരു പൂവ് കൂടിയുണ്ട്. ആരാണ്? എ റെഡ് റോസ്. വിൽ ദേ ഗോ ടു ദ റെഡ് റോസ്? അവരിനി ചുവന്ന പൂവിൻ്റെ അടുത്തേക്ക് പോകുമോ? നോ, ദേ വോണ്ട് ഗോ, ബിക്കോസ് ദേ കാൻ ടോളറേറ്റ് ദ ഡിസ്ക്രിമിനേഷൻ. അവർക്ക് വർണ്ണവിവേചനം ഒരിക്കലും താങ്ങാൻ പറ്റുകയില്ലായിരുന്നു. ഇഫ് ദേ ഹാപ്പൻ ടു വിസിറ്റ് നിയർ ദ റെഡ് റോസ് ഫോർ ഷെൽട്ടർ, വാട്ട് വുഡ് ബി ദ റിപ്ലൈ ഓഫ് ദ റെഡ് റോസ്? ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഒരു അഭയത്തിനായിട്ട് റെഡ് റോസിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നാൽ റെഡ് റോസിൻ്റെ മറുപടി എപ്രകാരമായിരിക്കും? നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കുമെന്ന്? യെസ്, ഐ വിൽ സ്റ്റേ ഹിയർ, ഓൺലി ദ വൈറ്റ് ബട്ടർഫ്ലൈ. ഐ വോണ്ട് ലെറ്റ് ഇൻ ഹിയർ ദ യെല്ലോ ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈ. ഞാൻ ഇവിടേക്ക് ചുവന്ന ബട്ടർഫ്ലൈ മാത്രമേ കയറ്റുകയുള്ളൂ, വെള്ള ബട്ടർഫ്ലൈയും മഞ്ഞ ബട്ടർഫ്ലൈ ഞാൻ അകത്തേക്ക് കയറ്റുകയില്ല. ഇതായിരിക്കാം ഒരുപക്ഷെ റെഡ് റോസിൻ്റെ മറുപടി. അതുകൊണ്ടാണ് അവർ ഇനി ഒരിക്കലും ആരുടെ മുന്നിലും യാചിക്കാനായിട്ട് പോകില്ല എന്ന് തീരുമാനിച്ചത്. ദ ബട്ടർഫ്ലൈസ് വർ ടോട്ടലി വെറ്റ്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഫ്ലൈ. ദ ലുക്ക് അറ്റ് ദ സ്കൈ, ഇറ്റ് വാസ് സ്റ്റിൽ ക്ലൗഡി. പൂമ്പാറ്റകൾ മൂന്നുപേരും നല്ല രീതിയിൽ നനഞ്ഞ് കുതിർന്നു. അതുകൊണ്ട് അവർക്ക് പറക്കാൻ പറ്റിയില്ല, പറക്കാൻ പ്രയാസമായിരുന്നു. അവർ ആകാശത്തേക്ക് നോക്കി. ആകാശം അപ്പോഴും ഇരുണ്ട് മൂടി മേഘാവൃതമായി കിടക്കുകയാണ്, അല്ലേ? ദ സൺ വാസ് വാച്ചിങ് ദ ബട്ടർഫ്ലൈസ് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. സൂര്യൻ മേഘങ്ങൾക്കിടയിലൂടെ ഈ മൂന്ന് ബട്ടർഫ്ലൈസിനെ നോക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് പ്ലീസ്ഡ് ടു സീ ദ ലവ് ആൻഡ് കെയർ എമോങ് ദ ബട്ടർഫ്ലൈസ്. സൂര്യനെ ഈ പൂമ്പാറ്റകളുടെ മൂന്നുപേരുടെയും പരസ്പര സ്നേഹവും ശ്രദ്ധയും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഹി ചേസ്ഡ് ദ ക്ലൗഡ്സ് എവേ. അതുകൊണ്ട് സൂര്യൻ എന്ത് ചെയ്തു? ആ മേഘങ്ങളെയൊക്കെ ദൂരേക്ക് ആട്ടിപ്പയച്ചു. തൻ്റെ ആ ചൂട് ഉപയോഗിച്ച് ആ മേഘങ്ങളെല്ലാം ആട്ടിപ്പയച്ചു. സൂര്യൻ്റെ ചൂടിൻ്റെ മുന്നിൽ കാർമേഘങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആ മേഘങ്ങളെല്ലാം ഒഴിഞ്ഞു. It stopped raining. The sun dried the butterflies' wings. പെട്ടെന്ന് മഴ നിന്നു. സൂര്യൻ എന്ത് ചെയ്തു? തൻ്റെ ആ ചൂട് ഉപയോഗിച്ച് ബട്ടർഫ്ലൈസിൻ്റെ ചിറകുകളിലെ നനവൊക്കെ മാറ്റിക്കൊടുത്തു. The three butterflies were happy again. അങ്ങനെ ആ മൂന്ന് പൂമ്പാറ്റകളും പഴയതുപോലെ ഹാപ്പിയായി. They danced in the garden among the flowers till evening. അങ്ങനെ വൈകുന്നേരം വരെ ആ പൂന്തോട്ടത്തിൽ പൂക്കളുടെ ഇടയിൽ നിന്നും ആ പൂമ്പാറ്റകൾ നൃത്തം ചെയ്തു. When night fell, they went to sleep. രാത്രിയായപ്പോൾ അവർ ഉറങ്ങാനായിട്ട് പോയി.